perspective projection next question. Question draw the perspective projection of a square prism with a base edge 50 millimeter, base edge 50 millimeter, height 80 millimeter, resting on its rectangular face, with the square face parallel and 20 mm behind picture plane. The station point is 25 millimeter in front of picture plane, 100 millimeter above ground plane, and the axis of the solid is located 90 millimeter to left of central plane. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സോളിഡ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് ആണ്. നമ്മുടെ സ്ക്വയർ പ്രിസം കൺസിഡർ ചെയ്യുന്ന സ്ക്വയർ പ്രിസം റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസിൻ്റെ ക്വസ്റ്റ്യനാണ് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസം റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ്. സോളിഡ് റെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു റെക്ടാങ്കുലർ ഫേസിനാണ്. അപ്പം റെക്ടാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ട് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷമാണ് ടോപ്പ് വ്യൂ വരയ്ക്കുക. അതാണ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സോളിഡ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ അല്ല, സോളിഡ് ഇൻ ലൈയിങ് പൊസിഷനാണ്. ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സോളിഡ് ലൈയിങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ സോളിഡ് ഇൻ ലൈയിങ് പൊസിഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നെയിം ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് എന്താ ഈ പെന്നിനെ ഫേസ് ചെയ്യുന്ന ഒരു സ്ക്വയർ ഫേസ് ഉണ്ട്. ഇവിടെ പെന്നിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ക്വയർ ഫേസും ഉണ്ട്, പെന്നിൽ നിന്ന് എവേ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ക്വയർ ഫേസും ഉണ്ട്. അപ്പം ഈ രണ്ട് സ്ക്വയർ ഫേസസിനുമാണ് നെയിമിങ് കൊടുക്കേണ്ടത്. അതിൽ ഈ ഒരു സ്ക്വയർ ഫേസിന് ആൽഫബറ്റ്സും ഈ ബാക്ക് സൈഡിൽ നിൽക്കുന്ന സ്ക്വയർ ഫേസിനായിട്ട് നമ്പേഴ്സും കൊടുക്കണം. അപ്പം എ ബി സി ആൻഡ് ഡി ആൽഫബറ്റ്സ് 4 കോർണേഴ്സിലായിട്ട് 4 ആൽഫബറ്റ്സും കൊടുത്തു. ഈ ബാക്ക് സൈഡിലായിട്ട് 1 2 3 ആൻഡ് 4 ഇങ്ങനെയാണ് നമ്പേഴ്സ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് ബേസ് എഡ്ജസും സൈഡ് എഡ്ജസും എല്ലാം നമുക്ക് നെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സോളിഡ് ലൈയിങ് ഓൺ റെക്ടാങ്കുലർ ഫേസ് ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. സോളിഡ് ലൈയിങ് ഓൺ റെക്ടാങ്കുലർ ഫേസ് ആകുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം കൂടെ ഓർക്കണം, സോളിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് സോളിഡിൻ്റെ ആക്സിസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു പിക്ചർ പ്ലെയിൻ. സോളിഡിൻ്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു പിക്ചർ പ്ലെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പിക്ചർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സോളിഡ് ആക്സിസ്, അല്ലെങ്കിൽ പാരലൽ ടു ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കും. ഇപ്പം ഞാനിവിടെ ഒരു പിക്ചർ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പിക്ചർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സോളിഡിൻ്റെ ആക്സിസ് വരുന്നത്. ഈ ഒരു പൊസിഷനിലാണെങ്കിൽ സോളിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാകുമ്പോൾ സോളിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് പാരലൽ ടു പിക്ചർ പ്ലെയിൻ ആണ്. സോളിഡിൻ്റെ ആക്സിസ് ആകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ മുതൽ താഴത്തെ സ്ക്വയറിൻ്റെ സെൻറ്റർ വരെയാണ് സോളിഡിൻ്റെ ആക്സിസ് പോകുന്നത്. അപ്പോൾ ഇത് പാരലൽ ടു പിക്ചർ പ്ലെയിനും ഇതിങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ സോളിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു പിക്ചർ പ്ലെയിൻ. അപ്പോൾ ഇത് സോളിഡ് ഇൻ ലൈൻ പൊസിഷന്. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സോളിഡ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ. സോളിഡ് ഇൻ ലൈൻ പൊസിഷനിൽ ഒരു തവണയും കൂടെ പറയുകയാണ്. സോളിഡ് ഇൻ ലൈൻ പൊസിഷനിലാകുമ്പോൾ ആദ്യം ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സ്ക്വയറും വരയ്ക്കുന്നു, പിന്നെ ടോപ്പ് വ്യൂവിലായിട്ട് റെക്ടാങ്കിളൊന്ന് വരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്വയർ പ്രിസം കൺസിഡർ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ പ്രിസം ഇതിൻ്റെ പെർസ്പെക്റ്റീവ് വരയ്ക്കാൻ വേണ്ടി ഓൾറെഡി ഒരു ചെറിയൊരു സ്കെൽറ്റൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ ഇതിൽ സോളിഡ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷനാണ് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലെന്ന് പറയുന്നത് സോളിഡ് ഇൻ ലൈൻ പൊസിഷനാണ്. സോളിഡ് ലൈൻ ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് ആണ്. അതായത് സോളിഡ് ഇങ്ങനെ നിവർന്ന് നിൽക്കുകയല്ല, സോളിഡ് വീണ് കിടക്കുകയാണ്. സോളിഡ് വീണ് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം വേണം ടോപ്പ് വ്യൂ വരയ്ക്കും. അപ്പം ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും ഈ പെന്നിൻ്റെ പൊസിഷനിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കാണുന്ന സർഫേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പാണ്. ആ സ്ക്വയർ ഷേപ്പ് ഇവിടെയും ടോപ്പ് വ്യൂ നോക്കുമ്പോഴത്തേക്കും, അതായത് ഈ ക്യാമറയുടെ പൊസിഷനിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കുമ്പോഴത്തേക്കും കാണുന്നതെന്ന് പറയുന്നത് റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ സോളിഡ് ഇൻ ലൈൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. സോളിഡ് ഇൻ ലൈൻ പൊസിഷൻ ആകുമ്പോൾ ഓർക്കുക, സോളിഡ് ഇൻ ലൈൻ പൊസിഷൻ ആകുമ്പോഴത്തേക്കും ആക്സിസ് പെർപെൻഡിക്കുലർ ടു പിക്ചർ പ്ലെയിൻ, അല്ലെങ്കിൽ ആക്സിസ് പാരലൽ ടു ഗ്രൗണ്ട് പ്ലെയിൻ, സോളിഡ് ലൈങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ്. സോളിഡ് ലൈങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ്. ഇത്ര മാത്രമേ ഉള്ളൂ ചേഞ്ച്. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം വേണം ടോപ്പ് വ്യൂ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. അപ്പം ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആദ്യമേ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഡ്രോയിങ്. അപ്പോൾ ആദ്യമേ
ഏറ്റവും താഴെയായിട്ട് ഡ്രോയിങ് ഷീറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ വരച്ചു. ജി പി ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. നെക്സ്റ്റ് ഗ്രൗണ്ട് പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് പ്ലെയിന് പാരലായിട്ട് പിക്ചർ പ്ലെയിൻ വരയ്ക്കുന്നു. അതിന് മുമ്പായിട്ട് ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് വാല്യൂസ് എടുക്കേണ്ട. വാല്യൂസ് എന്ന് പറയുന്നത് എസ് പിയും എസ് പി ഡാഷും. അപ്പോൾ ഈ കേസിലാണെങ്കിൽ എസ് പി ഡാഷ് എന്ന് പറയുന്നത് എസ് പി ഡാഷ് പ്ലസ് എസ് പി പ്ലസ് 20 നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും കൊടുക്കുന്ന പോലെ തന്നെ ഈ ക്വസ്റ്റ്യനിലും കൊടുത്തു. എസ് പി ഡാഷ് എന്ന് പറയുന്നത് 100 പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 25 mm ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25 ആണ് എസ് പി, പിന്നെ ഒരു പ്ലസ് 20. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 145 mm. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്കൻഡ് പ്ലെയിനായ പിക്ചർ പ്ലെയിൻ വരയ്ക്കുന്നത്. പിക്ചർ പ്ലെയിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 145 mm മാറിയിട്ട് ഇവിടെയായിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ പാരലായിട്ട് പിക്ചർ പ്ലെയിൻ വരച്ചു. പിക്ചർ പ്ലെയിൻ വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് ബിഹൈൻഡ് പിക്ചർ പ്ലെയിനും ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ. ഇത് രണ്ടും കഴിഞ്ഞാൽ നെക്സ്റ്റ് സോളിഡിൻ്റെ പൊസിഷൻ വരയ്ക്കും. അതിൽ തന്നെ ഈ ക്വസ്റ്റ്യനിൽ സോളിഡ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ ആണോ ലൈൻ പൊസിഷൻ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ സോളിഡ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ ആണെങ്കിൽ ആദ്യമേ സ്ക്വയർ ഇവിടെ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂവിലായിരിക്കും നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കും. പക്ഷേ ഇത് സോളിഡ് ഇൻ ലൈൻ പൊസിഷനാണ്, അതായത് സോളിഡ് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. സോളിഡ് ഇൻ ലൈൻ പൊസിഷൻ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആക്ച്വൽ ബേസ് സ്ക്വയർ ബേസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷമാണ് ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ ഫസ്റ്റ് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ വേണ്ടി സ്ക്വയർ ബേസിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ 50 mm സൈസ് വരുന്ന സ്ക്വയർ വരച്ചു. സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ നെയിം ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് സ്ക്വയർ പ്രിസം ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഫേസിൽ ആൽഫബറ്റ്സ് എ ബി സി ആൻഡ് ഡി. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ക്വയർ ഫേസാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ നേരെ പുറകിലായിട്ട് ഇവിടെ മറ്റൊരു സ്ക്വയർ ഫേസ് ഉണ്ട്. ആ സ്ക്വയർ ഫേസ് ബ്രാക്കറ്റ്സിനുള്ളിലായിട്ട് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ്. അപ്പോൾ ഈ വരച്ചതെന്ന് പറയുന്നത് സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് വരച്ചത്. ഫ്രണ്ട് ഇപ്പോൾ പെൻറ്റഗണൽ പ്രിസം ലൈങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് ആണെങ്കിൽ ഇവിടെ പെൻറ്റഗണൽ ഷേപ്പ്. ഹെക്സഗണൽ പ്രിസം ലൈങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് ആണെങ്കിൽ ഇവിടെ ഹെക്സഗണൽ ഷേപ്പ്. ഇപ്പോൾ സ്ക്വയർ പ്രിസം ആയതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ ആണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഓരോ പോയിൻറ്റ്സിനെയും പ്രൊജക്റ്റ് ചെയ്യും. ഫ്രണ്ട് വ്യൂവിൽ ഓരോ പോയിൻറ്റ്സിനെയും പ്രൊജക്റ്റ് ചെയ്ത് നേരെ പിക്ചർ പ്ലെയിനിലേക്ക് കൊണ്ടുപോകും. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ പ്രിസം ലൈങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് ആൻഡ് ദ സ്ക്വയർ ബേസ് എന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനിൽ നിന്ന് 20 mm ബിഹൈൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഫേസ് പാരലൽ ആൻഡ് 20 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. ജസ്റ്റ് ഒരു തവണ ഇവിടെ വായിച്ചു നോക്കാം. അപ്പോൾ പിക്ചർ പ്ലെയിനിൽ നിന്ന് 20 mm ബിഹൈൻഡ് ആയിട്ടാണ് സ്ക്വയർ ഫേസ് വരേണ്ടത്. ഞാനിവിടെ നിന്ന് ഫസ്റ്റ് 20 mm ഡിസ്റ്റൻസിലായിട്ട് ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. 20 mm പിക്ചർ പ്ലെയിനിൽ നിന്ന് 20 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ് വരേണ്ടത്. അതുകൊണ്ടാണ് 20 mm ബിഹൈൻഡായിട്ട് വീഴുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ പ്രിസത്തിൻ്റെ ഹൈറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതും നോക്കി. ഇതിലെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസത്തിൻ്റെ വന്നിട്ട് 18 15. ഇവിടുത്തെ ഡയമെൻഷൻ സ്ക്വയർ പ്രിസത്തിൻ്റെ ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 80. എത്ര mm ആ ബിഹൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 mm ബിഹൈൻഡ്. 20 mm ആ പിക്ചർ പ്ലെയിനിൽ 20 mm ബിഹൈൻഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
50 mm ബേസ് എഡ്ജ്, സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 50. ഇത്രയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് ആൽഫബറ്റ്സും ഈ ബാക്കിലത്തെ ഫേസിൽ നമ്പേഴ്സുമാണ്. അപ്പം ഇതിന് ബേസ് ചെയ്ത് ഇവിടെ നെയിമിങ് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നെയിം ചെയ്തപ്പോഴത്തേക്കും ഈ ലൈനിൽ ഫുള്ള് മാർക്ക് ചെയ്യേണ്ട ആൽഫബറ്റ്സാണ്. അപ്പം ഒബ്സർവർ ഒരു തവണ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് തിരിച്ച് ഫ്രണ്ട് വ്യൂയിലേക്കാണ് നോക്കുന്നത്. ഫ്രണ്ട് വ്യൂയിലേക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന ആൽഫബറ്റ് എയും കാണാം ബിയും കാണാം. അപ്പോൾ ഇവിടെ എ, ഇവിടെ ആയിട്ട് ബി, അല്ലേ, എ ബി, എ എന്ന് പറയുന്നത് ഇവിടെ എത്തി, ബി എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറിൽ എയുടെ നേരെ താഴെയായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എയുടെ താഴെയായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബിയും, ബിയുടെ താഴെയായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് സിയും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറിന് എ കാണാം ബി കാണാം, ഡിയും സിയും കണ്ടു. അപ്പം എയുടെ നേരെ താഴെയായിട്ട് ഡി പോയതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റിലായിട്ട് ഡി കൊടുക്കുക, ബിയുടെ താഴെ സി പോയതുകൊണ്ട് ബിയുടെ ബ്രാക്കറ്റിലായിട്ട് സി കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്പേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് 1 ബ്രാക്കറ്റിൽ 4, ഇവിടെ ആയിട്ട് 2 ബ്രാക്കറ്റിൽ 3. ഇങ്ങനെയാണ് ഇതിൻ്റെ നെയിമിംഗ് പോകും. അപ്പോൾ ഇപ്പം വരച്ചതെന്ന് പറയുന്നത് സോളിഡിൻ്റെ ടോപ്പ്. അപ്പോൾ ആദ്യം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോളിഡ് ലൈങ് ഓൺ ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസ് അല്ലെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു പിക്ചർ പ്ലെയിൻ എന്നൊക്കെ കാണുവാണെങ്കിൽ ആദ്യം വരയ്ക്കേണ്ടത് ഫ്രണ്ട് വ്യൂ, രണ്ടാമത് വരയ്ക്കേണ്ടത് ടോപ്പ് വ്യൂ ആണ്. ആദ്യം സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ, സെക്കൻഡ് ആണ് ടോപ്പ് വ്യൂ. നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഫ്രണ്ട് വ്യൂയിൽ ഓരോ പോയിൻറ്റ്സ്, ടോപ്പ് വ്യൂയിൽ ഓരോ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ സെൻട്രൽ പ്ലെയിൻ മാർക്ക് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ ആക്സിസ് ഓഫ് ദി സോളിഡ് ഈസ് ലൊക്കേറ്റഡ് 90 mm ടു ദി ലെഫ്റ്റ് ഓഫ് ദി സെൻട്രൽ പ്ലെയിൻ. സോളിഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് 90 mm ടു ദി ലെഫ്റ്റ്, അല്ല, ആക്സിസ് സെൻട്രൽ പ്ലെയിനിൽ നിന്ന് 90 mm ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ സോളിഡിൻ്റെ ആക്സിസ് ഇവിടെ വരുവാണെങ്കിൽ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്, അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പറയാം, ആക്സിസിൻ്റെ റൈറ്റിലേക്കാണ് സെൻട്രൽ പ്ലെയിൻ വരേണ്ടത്. ആക്സിസിൻ്റെ എത്ര mm റൈറ്റിലേക്കാണ് സെൻട്രൽ പ്ലെയിൻ വരേണ്ടത്? 90 mm. അപ്പോൾ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ആക്സിസിൽ നിന്ന് 90 mm റൈറ്റിലേക്ക് മാറിയിട്ട് സെൻട്രൽ പ്ലെയിൻ വരച്ചു. ആക്സിസിൽ നിന്ന് റൈറ്റിലേക്ക് മാറിയിട്ട് സെൻട്രൽ പ്ലെയിൻ വരച്ചു. ഇതാണ് നമ്മുടെ സെൻട്രൽ. അപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് ലെഫ്റ്റ് ഓഫ് സെൻട്രൽ പ്ലെയിൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് ഓഫ് സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ദി ആക്സിസ് ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ്റെ ലെഫ്റ്റിലാണ് ആക്സിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ സെൻട്രൽ പ്ലെയിൻ ഈസ് ടു ദി റൈറ്റ് ഓഫ് ആക്സിസ് എന്ന് പറയും. ആക്സിസിൻ്റെ റൈറ്റിലാണ് സെൻട്രൽ പ്ലെയിൻ വരുന്നത്. രണ്ട് രീതിയിൽ പറഞ്ഞാൽ സെയിം. നെക്സ്റ്റ് ഈ സെൻട്രൽ പ്ലെയിനിലൂടെയാണ് എന്ത് ചെയ്യാൻ നമ്മുടെ ഈ പറയുന്ന പോയിൻറ്റ്സിൻ്റെ സ്റ്റേഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യും. അപ്പം ഇവിടെ നിന്ന് അലോങ് ദി സെൻട്രൽ പ്ലെയിൻ ഇവിടെയായിട്ട് എസ് പിയും ഇവിടെ നിന്ന് 100 mm ഹൈറ്റിലായിട്ട് എസ് പി ഡാഷും. രണ്ട് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഒന്ന് എസ് പിയും മറ്റൊരെണ്ണം എന്ന് പറയുന്നത് എസ് പി ഡാഷും. ആ ഡയമെൻഷൻസ് കൂടെ ഇവിടെ മാർക്ക് ചെയ്യും. ഡയമെൻഷൻസ് ഇത് വന്നിട്ട് 25, ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 100. ശരി, രണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 20. അത് ഓൾറെഡി നമ്മൾ തുടക്കമേ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിയിൽ ഓരോ പോയിൻറ്റ്സും സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പിയുമായിട്ട് ജോയിൻ ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂസ്, സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് ജോയിൻ ചെയ്യും. നെക്സ്റ്റ് ഇവിടെ നിന്ന് ടോപ്പ് വ്യൂസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്ത് പോകുന്ന പോയിൻറ്റ്സ് ഇവിടെ എയും ഡി എന്നുള്ള ലൈനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എ ബ്രാക്കറ്റ് ഡി എന്ന് കൊടുക്കുക, ഇവിടെ ബി ബ്രാക്കറ്റ് സി എന്ന് കൊടുക്കുക, ഇവിടെ ആയിട്ട് 1 ബ്രാക്കറ്റ്സ് 4, കാരണം 1, 4ഉം എസ് പിയും തമ്മിലുള്ള ലൈനാണ്. ഇത് 2, 3ഉം എസ് പിയും തമ്മിലുള്ള ലൈനാണ്. അപ്പോൾ ഇവിടെ 2, 3 എന്ന്. ഈ പോയിൻറ്റ്സിനെല്ലാം വിളിക്കുന്ന പേരാണ് പിയേഴ്സിങ് പോയിൻറ്റ്സ്. പിയേഴ്സിങ് പോയിൻറ്റ്സ് എപ്പോഴും പിക്ചർ പ്ലെയിനിലായിരിക്കും. പിയേഴ്സിങ് പോയിൻറ്റ്സ് എപ്പോഴും പിക്ചർ പ്ലെയിൻ. മറ്റൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എസ് പി ഡാഷ് കിട്ടിയിട്ടുണ്ട്. എസ് പി ഡാഷിലൂടെ
ഞാൻ ഈ പറയുന്ന ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനും പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറൈസൺ ലൈൻ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എച്ച്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ദ ഹൊറൈസൺ ലൈൻ ഈസ് 100 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യന് ചിലപ്പോൾ തന്നിരിക്കും. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഓരോ പോയിൻറ്റ്സ്, ഫസ്റ്റ് പോയിന്റ് എ എന്ന് വെർട്ടിക്കൽ വരയ്ക്കും. അപ്പോൾ എയും ഡിയും സെയിം പോയിന്റ് ആയതുകൊണ്ട് എസ് പി ഡാഷ് എ ഡാഷിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ലൈനാണ്. അതിലേക്ക് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ. അപ്പോൾ എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഇവിടെ വന്നിരുന്നു. അതേപോലെ തന്നെ ആ എയുടെ ഒപ്പം തന്നെ ഡിയും ഉണ്ട്. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിനെ തന്നെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡിയും കിട്ടും. അപ്പോൾ ഇവിടെ എസ് പി ഡാഷ് എ ഡാഷിൻ്റെ ലൈനിനെ കട്ട് ചെയ്യുന്നിടത്ത് ക്യാപിറ്റൽ എ എന്നും എസ് പി ഡാഷ് ഡി ഡാഷിനെ കട്ട് ചെയ്യുന്നിടത്ത് ക്യാപിറ്റൽ ഡി എന്നും കൊടുക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബി സി. അപ്പം ബിന്ന് സിന്ന് ഒരൊറ്റ വെർട്ടിക്കൽ വരച്ചാൽ മതി. ആ ഒറ്റ വെർട്ടിക്കൽ എന്ന് പറയുന്നത് എസ് പി ഡാഷ് ബി ഡാഷിൻ്റെ ലൈനെ ഇവിടെ വെച്ച്, ഇവിടെ നിന്നുള്ള വെർട്ടിക്കൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ബിയും എസ് പി ഡാഷ് സി ഡാഷിൻ്റെ ലൈൻ ആകുമ്പോഴത്തേക്കും ഈ ഒരു ലൈനാണ്. ഈ ലൈന് ഇവിടെ വെച്ചാണ് ആ പെർപെൻഡിക്കുലർ കട്ട് ചെയ്യുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് സി ആയിട്ട് കൊടുക്കും. ഇതേപോലെ തന്നെ 1, 2, 3 ആൻഡ് 4 മാർക്ക്. അപ്പോൾ 1, 4 എന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതേപോലെ തന്നെ 2, 3 എന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുക. 1, 4 എന്ന് വരച്ച പെർപെൻഡിക്കുലർ എസ് പി ഡാഷ് 1 ഡാഷിന് കട്ട് ചെയ്യുന്നിടത്ത് 1ഉം എസ് പി ഡാഷ് 4 ഡാഷിന് കട്ട് ചെയ്യുന്നിടത്ത് 4ഉം അതേപോലെ തന്നെ എസ് പി ഡാഷ് 2 ഡാഷിന് 2, 3 എന്നുള്ള പെർപെൻഡിക്കുലർ എസ് പി ഡാഷ് 2 ഡാഷിന് കട്ട് ചെയ്യുന്നിടത്ത് 2 എന്നും എസ് പി ഡാഷ് 3 ഡാഷ് എന്ന് പറയുന്ന ലൈൻ തന്നെ ഈ ലൈനാണ്. ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഈ ലൈനിനെ കട്ട് ചെയ്യുന്നിടത്ത് 3 എന്നും. നെക്സ്റ്റ് നമുക്ക് സോളിഡിൻ്റെ എഡ്ജസ്, ബേസ് എഡ്ജസും ഉണ്ട്, ലാറ്ററൽ എഡ്ജസും ഉണ്ട്. 1 by 1 ബൗണ്ടറി ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബേസ് എഡ്ജസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്കും എ ബി എന്ന് പറയുന്ന ബൗണ്ടറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബി ബൗണ്ടറി അല്ല. ഈ ഒരു കേസിൽ ബൗണ്ടറി അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിയിൽ ഞാൻ പെന്നിന് എയും ബിയും ഉണ്ട്. പെന്നിന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിൻറ്റ്സ് രണ്ട് സൈഡുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ബൗണ്ടറി അല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ലീവ് ചെയ്യുക, ബാക്കിയുള്ള പോയിൻറ്റ്സ് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് എ ബി കഴിഞ്ഞാൽ നെക്സ്റ്റ് ബി സി ബൗണ്ടറി ആണെന്ന് ചെക്ക് ചെയ്യുക. ബി സിയും ബൗണ്ടറി ഇല്ല, കാരണം പോയിൻറ്റ്സ് രണ്ട് സൈഡുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സി ഡി ബൗണ്ടറിയാണ്. അപ്പോൾ സി ഡി എന്ന് വരയ്ക്കാം. സി ഡി ബൗണ്ടറി ആയതുകൊണ്ട് സി ഡി വരച്ചു. പിന്നെ ഡി എ ബൗണ്ടറിയാണ്, കാരണം ഇവിടെ പെൻ പ്ലേസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം ഈ സൈഡിലേക്കാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഈ പെന്നിൻ്റെ ഒരു സൈഡിലേക്കാണ്, അതുകൊണ്ട് ഇത് ബൗണ്ടറിയാണ്. ഇതേപോലെ നോക്കുവാണെങ്കിൽ A1 ബൗണ്ടറിയാണ്, 2, 3 ബൗണ്ടറിയാണ്. നിങ്ങൾ 1 by 1 ആയിട്ട് എഡ്ജസ് എഴുതി വെച്ചിട്ട് തന്നെ നോക്കുക. ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത്രയും പോയിൻറ്റ്സാണ് ബൗണ്ടറി ആയിട്ട് കാണും. ബൗണ്ടറി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് സ്റ്റേഷൻ പോയിന്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പ് വ്യൂവിനെ തന്നെ വ്യൂ ചെയ്യും. ടോപ്പ് വ്യൂവിനെ വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന എഡ്ജസ് ഇതിൻ്റെ ഈ ഒരു ലൈൻ കാണാം, ഈ ഒരു ലൈൻ കാണാം. പിന്നെ എ ഡി എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്, ബി സി എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്, 2, 3 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. സോളിഡ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനെ പറയും, ഇവിടുത്തെ ഈ ഒരു എഡ്ജ് കാണാം, ഈ ഒരു എഡ്ജ് കാണാം അല്ലേ. പിന്നെ ഇവിടെ ഒരു വെർട്ടിക്കൽ എഡ്ജ്, സെക്കൻഡ് വെർട്ടിക്കൽ എഡ്ജ്, തേർഡ് വെർട്ടിക്കൽ എഡ്ജ്. പിന്നെ ഈ താഴെ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ രണ്ട് എഡ്ജസും കാണാം. അപ്പോൾ അത്രയും എഡ്ജസ് നമ്മൾ വിസിബിളായിട്ട് വരും. അതിൽ വെർട്ടിക്കൽ എഡ്ജസ് നോക്കുവാണെങ്കിൽ എ ഡി ഉണ്ട്. അപ്പോൾ എ ഡി ഓൾറെഡി ബൗണ്ടറിയാണ്. പിന്നെ ബി സി എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്, അത് മാർക്ക് ചെയ്തു. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്താണ്, ബി സി എന്ന് പറയുന്നത് അടുത്താണ്. 2, 3 ഉണ്ട്, അത് ഓൾറെഡി ബൗണ്ടറി ആയിക്കാണ്. പിന്നെയുള്ളത് എ ബി ഉണ്ട്. എ ബി ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ എ ബി എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്, എ ബി വിസിബിളാണ്. എ സി എന്ന് പറഞ്ഞൊരു എഡ്ജ് ഇല്ല ഓർക്ക്. അപ്പം ബ്രാക്കറ്റ്സിന് പുറത്തുള്ള രണ്ടുമാണ് ചെക്ക് ചെയ്യേണ്ടത്. അടുത്ത ബ്രാക്കറ്റ്സിനുള്ളിലുള്ള രണ്ട് നോക്കാം. ബ്രാക്കറ്റ്സിനുള്ളിലുള്ള രണ്ടെന്ന് പറയുന്നത് സി ഡി ആണ്. അപ്പം സി ഡി ഓൾറെഡി ബൗണ്ടറി ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഓൾറെഡി വരച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് B2 ഉണ്ട്. B2, ബിയും 2ഉം രണ്ട് ബ്രാക്കറ്റ്സിന് വെളിയിലാണ്, അതുകൊണ്ട് അതൊരു എഡ്ജ് ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ലിസ്റ്റിൽ നോക്കുമ്പോൾ അറിയാം B2 എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ടെന്നാണ്. അപ്പം B2 മാർക്ക് ചെയ്തു, B2 മാർക്ക് ചെയ്തു. പിന്നെ C3 ബൗണ്ടറിയാണ് ഓൾറെഡി. C3 എന്ന് പറയുന്നത് ഇവിടെ വരച്ചിട്ടുണ്ട്, ബൗണ്ടറി. ബാക്കി ബാക്ക് സൈഡിലായിട്ട് പോകുന്ന എഡ്ജസ് എന്ന് പറയുന്നത് ഇത് ബാക്ക് സൈഡിൽ, ഇതും ബാക്ക് സൈഡിലുള്ള എഡ്ജസ് മാർക്ക് ചെയ്യുമ്പോൾ 1, 4 മെച്ചുള്ള എല്ലാ എഡ്ജസും ഇൻവിസിബിൾ ആയിരിക്കും. അതിൽ 1, 4, 3, 4 പിന്നെ 4D, 1, 4, 3, 4, 4D.
അതത്രയും ഇൻവിസിബിൾ. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും 1-4 എന്ന് പറയുന്ന ലൈൻ, 1-4 എന്ന് പറയുന്ന ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, അതങ്ങ് ബാക്കിലായി പോയി. പിന്നെ 3-4 ബാക്കിലായി പോയി. അതേപോലെ തന്നെ 4D ബാക്കിലായി പോയി. അപ്പോൾ അത്രയും എഡ്ജസ് ഇൻവിസിബിൾ ആക്കി കൊടുക്കും. അപ്പോൾ ഇതാണ് സോളിഡിൽ ലൈൻ പൊസിഷൻ. ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പ് വ്യൂ. ഓക്കെ, ഡയമെൻഷൻസും കാര്യങ്ങളൊന്നും പഴയത്